നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പറേഷൻ ഓഫ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ ഇതും ജാനുവരി 2017 പാർട്ട് ഡിയിൽ, ഏപ്രിൽ 2018 പാർട്ട് ഡി ക്വസ്റ്റ്യനിൽ, പിന്നെ ജൂലൈ 2017 പാർട്ട് ഡിയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ, അതിൻ്റെ അഡ്വാൻറ്റേജസ്, ആപ്ലിക്കേഷൻസ്, ഡിസഡ്വാൻറ്റേജസ്, പിന്നെ സേവിങ് ഓഫ് കോപ്പർ എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. നമ്മൾ പാരലൽ ഓപ്പറേഷൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ? നോർമൽ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ നമുക്കറിയാം, പ്രൈമറി ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടാവും. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിനാകുമ്പോൾ അങ്ങനെ പ്രൈമറി സെക്കൻഡറി എന്നുള്ള ഡിഫറൻഷിയേഷൻ ഉണ്ടാവില്ല. ഒരു കോമൺ ആയിട്ട് ഒരൊറ്റ വൈൻഡിങ്ങേ ഉണ്ടാവുള്ളൂ. ഒരു ഒറ്റ വൈൻഡിങ് മാത്രമല്ല ട്രാൻസ്ഫോമേഴ്സിന് ഓൺലി 1 വൈൻഡിങ്ങേ ഉണ്ടാവുള്ളൂ. അത് ഷെയർ ചെയ്യുന്ന പോലെ ആയിരിക്കും. അതാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുക. ഇനി ഈ ഓട്ടോ ട്രാൻസ്ഫോമേഴ്സിൽ സിമിലർ ടു 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ പോലെ നമുക്ക് 2 വൈൻഡിങ് പോലെ സ്പ്ലിറ്റ് അപ്പ് പോലെ തോന്നും, പക്ഷേ ഒരു വൈൻഡിങ് ആയാലും എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ എ ബി സി എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബി സി എന്നുള്ള സെക്ഷനാണ് നമ്മൾ സെക്കൻഡറി പോലെ കൺസിഡർ ചെയ്യുന്നത്. അവിടുത്തെ വോൾട്ടേജ് ആണ് V2. നമുക്ക് ആദ്യം ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. V2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് ആണ്. പിന്നെ V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിയിലെ സപ്ലൈ വോൾട്ടേജ് ആണ്. I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറിയിലുള്ള കറൻ്റ് ആണ്. I2 എന്ന് പറയുന്നത് ലോഡ് കറൻ്റ് ആണ്. V2 നമുക്ക് സെക്കൻഡറി പ്രൈമറി എന്ന് പറയുന്നതിന് പകരം നമുക്ക് സെക്കൻഡറി വോൾട്ടേജ് അക്രോസ് ദ ലോഡ് എന്നോ എങ്ങനെ വേണമെങ്കിലും ആവാം. പിന്നെ N1 ഉണ്ട്, N2 ഉണ്ട്. അപ്പോൾ അതിൽ N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് അക്രോസ്. നോക്കിയേ, N1 എന്ന് കാണിച്ചിരിക്കുന്നത് എ ബിയിലാണ്. എ ബിയുടെ അക്രോസിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് N1. N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് അക്രോസ് N2 എന്ന് പറയുന്നത് ബി സി. ഇത്രയും ടേംസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നെഗ്ലക്റ്റിംഗ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ നമ്മൾ ഇഫ് ആർ നെഗ്ലക്റ്റിംഗ് ലോസസ്, ലീക്കേജ് റിയാക്റ്റൻസസ്, റെസിസ്റ്റൻസസ്, ലോസസ്, അതൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ കേസ് നമ്മളിവിടെ ഒരു V1 വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഈ V1 അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ഇവിടെ ഒരു ഓൾട്ടർനേറ്റിംഗ് ഫ്ലക്സ് ഡെവലപ്പ് ചെയ്യും. So, if we are applying a voltage V1 at input, then an alternating flux is set up in the core of the transformer and an EMF is induced in that transformer. അപ്പോൾ ആ കോറിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യണ EMF ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ റിയാക്റ്റൻസസും റെസിസ്റ്റൻസസും ലോസസും ഒക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ V1 എന്ന് പറയുന്നത് ഈക്വൽ ടു E1ഉം V2 എന്ന് പറയുന്നത് ഈക്വൽ ടു E2 ആയിരിക്കും. Therefore, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ K എന്നാണ് ഡിനോട്ട് ചെയ്യുക. K ഈക്വൽ ടു V2/V1 ഈക്വൽ ടു N2/N1 ഇസ് ഈക്വൽ ടു I1/I2. ഇതാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K കാണാനുള്ള ഇക്വേഷൻസ്. 3 ഇക്വേഷൻസ്, വോൾട്ടേജിൻ്റെയും നമ്പർ ഓഫ് ടേൺസിൻ്റെയും കറണ്ടിൻ്റെയും ടേംസിൽ. ഇനി നമുക്ക് ആംബിയർ ടേൺസ് കണ്ടുപിടിക്കാം. ആംബിയർ ടേൺസ് ഡ്യൂ ടു ബി സി. ആദ്യം നമുക്ക് ബി സി നോക്കാം. ബി സി എന്നുള്ള ഈ പൊസിഷനിലെ ആംബിയർ ടേൺസ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ആണ്. ഇവിടുത്തെ നമ്പർ ഓഫ് ടേൺസ് N2 ആണ്. N2 ഇൻറ്റു ആ ബി സി എന്നുള്ള പൊസിഷനിലെ കറൻറ്റ് I2 മൈനസ് I1 ആണ്. നമുക്ക് എന്ത് ചെയ്യാം? I2നെ I1ൻ്റെ ടേംസിലേക്ക് മാറ്റാം. I2 എന്ന് പറയുന്നത് എന്ത് വരും? Kയുടെ ടേംസിലേക്ക് ആക്കാം. I2 ഈക്വൽ ടു I1/K എന്നാണ്. അപ്പോൾ N2 ഇൻറ്റു I1/K മൈനസ് I1. നമുക്കിതിന് I1 N2 പുറത്തേക്ക് എടുക്കാം. I1 N2 ഇൻറ്റു 1/K - 1 എന്നാണ്.
അപ്പോൾ 1/k -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 - k/k. ഇനി നമുക്ക് n2നെ വീണ്ടും മാറ്റാം. n2നെ n1ൻ്റെ ടേംസിലേക്ക് ആക്കാം. n1 × k. അപ്പോൾ I1 n1k × 1 - k/k. kയും kയും ക്യാൻസൽ ആവും. ദാറ്റ് ഈക്വൽ ടു I1 n1 × 1 - k. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ നമുക്ക് ആംബിയർ ടേൺസ് ഡ്യൂ ടു BC കിട്ടി. ഇനി നമുക്ക് എന്ത് നോക്കണം? ആംബിയർ ടേൺസ് ഡ്യൂ ടു AB നോക്കാം. ആംബിയർ ടേൺസ് ഡ്യൂ ടു AB ഈക്വൽ ടു AB എന്നുള്ളിടത്തുള്ള നമ്പർ ഓഫ് ടേൺസ് n1 ഇൻറ്റു AB അല്ല AC നോക്കാം. നമുക്ക് ഈ രണ്ട് പോർഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം, ACയും BCയും. ACയുടെ അവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് I1 ആണ്. നമ്പർ ഓഫ് ടേൺസ് n1 - n2 ആണ്. അപ്പോൾ n1 - n2 ഇൻറ്റു I1 ദാറ്റ് ഈക്വൽ ടു n1 മൈനസ് n2ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? n1k എന്നാവും ഇൻറ്റു I1. അതായത് I1 n1 ഇൻറ്റു 1 - k. അല്ല, n1 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ I1 n1 പോയി കഴിഞ്ഞാൽ 1 - k. അത് തന്നെയാണ് ഇവിടെയും കിട്ടുക. I1 n1 ഇൻറ്റു 1 - k. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ആ ബാലൻസ് ചെയ്യാനാണ് നമുക്ക് സെക്കൻഡറി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സൈഡിലേക്ക് എങ്ങനെയാണ് ആംബിയർ ടേൺസ് നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത് കാണിക്കാനാണ് I1 n1 ഇൻറ്റു 1 - k ആണ് രണ്ട് സൈഡിലും ആംബിയർ ടേൺസ് എന്ന് കിട്ടി. നമുക്ക് ഇക്വേഷൻ 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ 2 ഈക്വലാന്ന് കിട്ടും. ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. അപ്പോൾ അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി നമുക്കിതിൽ സേവിങ്സ് ഓഫ് കോപ്പർ അറിയണം. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഇത് ഓർമ്മയുണ്ടെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സേവിങ്സ് ഓഫ് കോപ്പർ എങ്ങനെയാണെന്ന് നോക്കാൻ പറ്റുള്ളൂ. നമുക്ക് ആ സേവിങ്സ് ഓഫ് കോപ്പർ നോക്കാം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സേവിങ്സ് ഓഫ് കോപ്പർ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓട്ടോ ട്രാൻസ്ഫോമറിൽ എങ്ങനെയാണ് കോപ്പർ സേവിങ്സ് നടക്കണമെന്നുള്ളത്. സേവിങ്സ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ. അപ്പോൾ അതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതേ ഡയഗ്രം തന്നെ വിചാരിക്കുക. വെയിറ്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് weight of copper is proportional to length and area of cross section. Length and area of cross section of conductor. അപ്പോൾ വെയിറ്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് ലെങ്ത്തിനും പിന്നെ ഏരിയ ഓഫ് കണ്ടക്ടറിനും പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വരിക. ഇനി ഇതിലെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് ഈസ് പ്രൊപ്പോർഷണൽ ടു അഗെയിൻ നമ്പർ ഓഫ് ടേൺസ് and area of cross section is proportional to product of current and number of turns. n ഞാൻ ഉദ്ദേശിച്ച നമ്പർ ഓഫ് ടേൺസ് ആണ്, I കറണ്ട് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് നമ്പർ ഓഫ് ടേൺസിൻ്റെ പ്രൊപ്പോർഷനാണ് ഏരിയ. അപ്പോൾ ഇതിനെ നമുക്ക് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് പറയാം വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഈക്വൽ ടു WA എന്നാണ് നമ്മൾ നൊട്ടേഷൻ. സോ WA ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തിന് പകരം നമുക്ക് നമ്പർ ഓഫ് ടേൺസിൻ്റെ പ്രൊപ്പോർഷൻ എന്ത് കൊടുക്കാം? നമുക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ രണ്ട് പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ AC പ്ലസ് വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ BC അല്ലേ? ഇവിടുത്തെ രണ്ടിടത്തെയും വെയിറ്റിൻ്റെ സമ്മായിരിക്കും ടോട്ടൽ വെയിറ്റ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ, ടോട്ടൽ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇൻ BC അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് WA ഈസ് പ്രൊപ്പോർഷണൽ ടു വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ AC എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്കിതിൽ തന്നെ നോക്കാം. AC-യിൽ നോക്കാം. കറണ്ട് എന്താ? I1 അല്ലേ? കറണ്ടിൻ്റെ ഇതിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുക. I1 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് N1 - N2 പ്ലസ് വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ BC-യിലത്തെ കറണ്ട് I2 - I1 ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് N2
ഇതിൻ്റെ സം എടുക്കണം. സോ WA ഈസ് പ്രൊപ്പോർഷണൽ ടു, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ I1N1 മൈനസ് I1N2 പ്ലസ് I2N2 മൈനസ് I1N2. അപ്പോൾ WA ഈസ് പ്രൊപ്പോർഷണൽ ടു I1N1 പ്ലസ് I2N2 മൈനസ് 2I1N2. അല്ല, രണ്ട് ടേംസ് ഉണ്ട് I1N2, രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ മൈനസ് 2I1N2 എന്ന് കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി നമുക്ക് വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ എങ്ങനെയാണെന്ന് നോക്കാം. 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് ഓഫ് കോപ്പർ എങ്ങനെയാണെന്ന് നോക്കാം. അതിനെ നമ്മൾ W0 എന്നാണ് നൊട്ടേഷൻ കൊടുക്കുന്നത്. അപ്പോൾ W0 ഈസ് പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? പ്രൈമറിയിലത്തെ ആംബിയർ ടേൺസ് പ്ലസ് സെക്കൻഡറിയിലത്തെ വെയിറ്റ് ഓഫ് കോപ്പർ. അപ്പോൾ ഈസ് പ്രൊപ്പോർഷണൽ ടു വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ പ്രൈമറി പ്ലസ് വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ സെക്കൻഡറി. അപ്പോൾ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ആകുമ്പോൾ പ്രൈമറിയിലത്തെ എടുക്കണം, സെക്കൻഡറിയിലത്തെയും കൺസിഡർ ചെയ്യണം. അതിൻ്റെ രണ്ടിൻ്റെയും സം എടുക്കണം. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. WO എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു പ്രൈമറി വൈൻഡിങ്ങിലെ വെയിറ്റിംഗ് എന്ത് വരും? പ്രൈമറി വൈൻഡിലെ കറണ്ട് ഇൻറ്റു പ്രൈമറി വൈൻഡിലെ നമ്പർ ഓഫ് ടേൺസ് പ്ലസ് സെക്കൻഡറി വൈൻഡിങ്ങിലെ കറണ്ട് ഇൻറ്റു സെക്കൻഡറി വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് കിട്ടി. അപ്പോൾ WO ഈസ് പ്രൊപ്പോർഷണൽ ടു I1N1 പ്ലസ് I2N2. ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമുക്ക് WA/W0 ചെയ്ത് നോക്കാം. I1N1 പ്ലസ് I2N2 മൈനസ് 2I1N2 all divided by I1N1 പ്ലസ് I2N2. ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഈ I1N1 പ്ലസ് I2N2 കോമൺ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. മൈനസ് ഉള്ള ടേം 2I1N2 അല്ലേ, ന്യൂമറേറ്ററിലെ പ്ലസ്സുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു ടേം ആദ്യം സിംഗിളായിട്ട് എടുത്തു. മൈനസ് ഈ 2I1N2 ബൈ ഈ ടേം ഉണ്ട്, കോമൺ ആണ് ആ ഡിനോമിനേറ്റർ. അങ്ങനെ അതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇനി ഇത് രണ്ടും എന്താവും? 1 ആവും. ദാറ്റ് ഈക്വൽ ടു 1 മൈനസ് 2 I1N2 ബൈ I1N1 പ്ലസ് I2N2 എന്നാവും. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്കൻഡറി ടേമിൽ I1N1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 മൈനസ് 2 I1N2 ഡിവൈഡഡ് ബൈ I1N1 ഓൾ ഡിവൈഡഡ് ബൈ ഈ ടേമിൽ I1N1 ബൈ I1N1 എന്ന് പറയുമ്പോൾ അതെന്താവും? 1 ആവും. പ്ലസ് I2N2 ബൈ I1N1 അല്ലേ. ഈ ടേമിനെ മൊത്തത്തിൽ I1N1 എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഇതിൽ I1ഉം കട്ടാവും. അപ്പോൾ 1 മൈനസ് 2 ഇൻറ്റു N2 ബൈ N1 എന്തായിരുന്നു? K ആണ്. അപ്പോൾ 1 മൈനസ് 2K ബൈ 1 പ്ലസ് I2 ബൈ I1 N2 ബൈ N1. N2 ബൈ N1 Kയും I2 ബൈ അല്ലേ, കെയുടെ ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? K ഈക്വൽ ടു V2 ബൈ V1 ദാറ്റ് ഈക്വൽ ടു N2 ബൈ N1 ദാറ്റ് ഈക്വൽ ടു I1 ബൈ I2. അപ്പോൾ N2 ബൈ N1 എന്ന് പറഞ്ഞാൽ K ആണ്. I2 ബൈ I1 എന്ന് പറഞ്ഞാൽ K എന്ന് പറഞ്ഞാൽ I1 ബൈ I2. അപ്പോൾ I2 ബൈ I1 എന്തായിരിക്കും? 1 ബൈ K എന്നായിരിക്കും. അപ്പോൾ ഈ Kയും Kയും ഒക്കെ ക്യാൻസലാവും. അപ്പോൾ നമുക്ക് എന്ത് വരും? WA ബൈ W0 ഈക്വൽ ടു 1 മൈനസ് 2K ബൈ 1 പ്ലസ് 1 അതായത് 1 മൈനസ് 2K ബൈ 2. ഒരു മിനിറ്റ്, ഈ 2 കോമൺ അല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ. നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടേമിന് മാത്രമാണ് 1 ഇവിടെ സെപ്പറേറ്റ് ആണ്. ഈ ടേംസിന് മാത്രമാണ് ഈ K ഉള്ളൂ ഇവിടെ. അപ്പോൾ 1 മൈനസ് 2K ബൈ 2 അതായത് 1 മൈനസ് K എന്ന് കിട്ടും. 2ഉം 2ഉം കട്ടും.
അതായത് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് ഓഫ് കോപ്പർ ഈക്വൽ ടു നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻറ്റു 1 മൈനസ് കെ ആണ്. അങ്ങനെ നമുക്ക് റിലേഷൻ കിട്ടി. ഇനി സേവിങ്സ് അറിയണം നമുക്ക്. അപ്പോൾ സേവിങ്സ് ആണ് നമുക്ക് അറിയേണ്ടത്. സേവിങ്സ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ. സേവിങ്സ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ WA ഈക്വൽ ടു W0 മൈനസ് WA എന്നാണ് അല്ലേ. WO എന്ന് WA കുറയ്ക്കുക, അതാണ് നമ്മുടെ സേവിങ്സ്. ഈക്വൽ ടു WO മൈനസ് WA. WO ആയിട്ട് തന്നെ നിർത്തുക. WAയുടെ പ്ലേസിൽ WO ഇൻറ്റു 1 മൈനസ് കെ എന്ന് വരും. അപ്പം എന്ത് വരും? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ W0 മൈനസ് W0 പ്ലസ് KW0. ആൻസർ എന്ന് പറയുന്നത് സേവിങ്സ് ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ K ഇൻറ്റു WO എന്ന് കിട്ടും. അപ്പോൾ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ കോപ്പർ സേവിങ്സ് അല്ലെങ്കിൽ സേവിങ്സ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് നോർമൽ അല്ലെങ്കിൽ ഓർഡിനറി 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനേക്കാളും K ടൈംസ് കൂടുതലാണ്. K ഇൻറ്റു WO എന്ന് പറയും. അതിൽ K എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. Therefore സേവിങ്സ് ഓഫ് കോപ്പർ ഈക്വൽ ടു K ഇൻറ്റു വെയിറ്റ് ഓഫ് കോപ്പർ ആണ് W0. അപ്പോൾ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ. അപ്പോൾ K ടൈംസ് ഓഫ് 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൻ്റെ വെയിറ്റ് ഓഫ് കോപ്പറിന് ഈക്വലാണ് സേവിങ്സ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ സേവിങ്സ് ഓഫ് കോപ്പറിനുള്ള ഇക്വേഷൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡെറിവേഷൻസ് അതായത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്, പിന്നെ സേവിങ്സ് ഓഫ് കോപ്പർ മാത്രമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സേവിങ്സ് ഓഫ് കോപ്പർ മാത്രമുള്ളൂ വെച്ചാൽ നമ്മൾ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡെറിവേഷൻ പഠിക്കുക. അപ്പോൾ ഈ സർക്യൂട്ട് മെയിനായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രം പഠിക്കുക, പിന്നെ ഇക്വേഷൻസ് പഠിക്കുക, പ്ലേസ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ടേൺസും കറണ്ടിൻ്റെ ഒക്കെ മാർക്കിങ്സ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ട് ഡെറിവേഷൻ ചെയ്ത് പഠിക്കുക. അങ്ങനെ ഫൈനലി ഇത് ഡിറൈവ് ചെയ്യണം എത്രത്തോളം സേവിങ്സ് ഓഫ് കോപ്പർ ഓട്ടോ ട്രാൻസ്ഫോമറിൽ വരുന്നുണ്ടെന്ന്. ഇതാണ് നമ്മുടെ സേവിങ്സ് ഓഫ് കോപ്പറിൻ്റെയൊക്കെ ഇക്വേഷൻസ്.